കൊഴിഞ്ഞു വീണ് മരണങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിരവധി ഇത്തരം രീതിയിൽ മരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിത്യേന വാർത്താ മാധ്യമങ്ങൾ കൂടി കാണുന്നുണ്ട്. ഇതൊരു കടയിലെ ഒരു CCTV ദൃശ്യമാണ്. അപ്പൊ അദ്ദേഹം ഒരു മരുന്ന് കടയിൽ കയറി ഡോളോ, അതായത് പനിക്കുള്ള മരുന്നാണ്, ഓട്ടോയിൽ വന്ന് അദ്ദേഹം മരുന്ന് കടയിലേക്ക് വന്ന് ആ മരുന്ന് ആവശ്യപ്പെട്ട് നിമിഷങ്ങൾക്കകമാണ് അവിടെ കൊഴിഞ്ഞു വീഴുന്നത്. അത് കൊഴിഞ്ഞു വീഴുന്ന അവിടുത്തെ 2 സ്ത്രീകൾ, അവിടുത്തെ സ്റ്റാഫ്, ആ മരുന്ന് കടയിലെ 2 സ്റ്റാഫുകൾ ഇത് കണ്ട് പരിഭ്രാന്തരായി പുറത്തേക്ക് പോവുകയും അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഇത് കണ്ടിട്ട് ഒരാള് താക്കോൽ എടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം ഈ ഇദ്ദേഹത്തിന് അപസ്മാരമ എന്നാണ്. ഇവിടെ ഈ ഒരു അപസ്മാരം അഴകി ആകുന്ന രോഗിക്ക് താക്കോൽ, ഇരുമ്പ് കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗം ശമിക്കുമെന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷെ ഇത് തികച്ചും ഒരു തെറ്റിദ്ധാരണമായ ഒരു കാര്യമാണെന്നുള്ള കാര്യം ഒരു ഇതിനെക്കുറിച്ചൊരു വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടതാണ്. ഒരു ഇരുമ്പ് കഷ്ണം ശരീരത്തിൽ കൊടുത്തത് കൊണ്ടോ അല്ലെ താക്കോലിന് ഇത് കൊടുത്തത് കൊണ്ടൊന്നും അപസ്മാരം ശമിക്കുന്നില്ല. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് അപസ്മാരമല്ല സംഭവിച്ചത്, അദ്ദേഹത്തിന് ഹാർട്ട് ചെക്ക് ആയിരുന്നു സംഭവിച്ചത്. ഇവിടെ വേണ്ടത് അതായത് CPR പോലെയുള്ള പ്രഥമ ശുശ്രൂഷയാണ്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്ന വിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമാകുമായിരുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ദൈവത്തിന്റെ ഒരു നിശ്ചയം കൂടിയുണ്ട്, അദ്ദേഹത്തിന്റെ ആയുസ് അത്രയുമേ ഉള്ളൂ. എങ്കിലും നമ്മൾ പ്രയത്നിക്കാം. പിന്നെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ അധികാരിയുടെ ഭാഗത്തു നിന്ന് വേണം. പിന്നെ നമ്മുടെ സ്കൂളിൽ പല രീതിയിലുള്ള സ്പോർട്സും മറ്റുമൊക്കെ പാഠവിഷയമാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പ്രഥമ ശുശ്രൂഷയെ കുറിച്ചിട്ടുള്ള ഒരു പാഠപദ്ധതി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയാം. ഒരാൾ വീഴുന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യാം, അതിന് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള പ്രഥമ ശുശ്രൂഷ എന്ന് സംബന്ധിച്ചിടത്തോളം അത് ജീവൻ തന്നെ രക്ഷപ്പെടുത്തുന്ന രീതിയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഒരുപക്ഷെ ഇതിനെക്കുറിച്ചിട്ട് ഡോക്ടർ ആകണമെന്നില്ല, അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ചികിത്സ മറ്റൊക്കെ കൊടുത്ത് ഡോക്ടർ രക്ഷപ്പെടുത്തും. പക്ഷെ സഡനായിട്ട് ഒരു പെട്ടെന്ന് കൊടുക്കാൻ പറ്റാനും എന്ന രീതിയിലുള്ള പ്രഥമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിലമതിക്കാനാവാത്ത ഒരു കാര്യമാണ്. അതൊരു ജീവൻ തന്നെ രക്ഷപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോവുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ബോധവന്മാരാക്കാൻ, ജനങ്ങളെ കൂടി ബോധവന്മാരാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.